ഋഷി കയറിയിരിക്കോ? കമോൺ ഋഷി, കമോൺ കയറിയിരിക്കൂ. നമ്മുടെ മലപ്പുറത്തായിരുന്നേ, മലപ്പുറത്തുനിന്ന് നമ്മൾ എന്ത് പ്രശ്നം? കയറിയിരിക്കേ, കമോൺ കമോൺ. ബെൽറ്റ് ഇടാതിരിക്കാൻ പറ്റില്ല, ബെൽറ്റ് ഇടണം. പിന്നെ ബെൽറ്റ് ഇട്ടായിരിക്കുമോ ഋഷി? ഇല്ലല്ലോ, താഴെ വീഴൂലേ? നമ്മൾ മലപ്പുറത്തായിരുന്നു. നമ്മൾ ഇന്ന് മലപ്പുറത്തുനിന്ന് നമ്മൾ എറണാകുളം പോവും. നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കും. എന്നിട്ട് നമ്മൾ ഫർദർ മുന്നോട്ട് പോകും. നമുക്ക് ഡൗൺ ടു സൗത്ത്. ഞങ്ങളിപ്പോ തിരിച്ച് നാഷണൽ ലിങ്കിന്റെ ഹോട്ടലിലാണ് പോകുന്നത്. പിന്നെ വേറെന്താ? പിന്നെ നീ വീട്ടിൽ താമസിച്ചാ മതി. പിന്നെ അപ്പോ നീ പോയി നിന്നോ ഹോളിഡേ ഇല്ല, ഞങ്ങള് വീട്ടിൽ നിന്നോളാം. എന്റെ പൈസ ഒന്നും ഇല്ല എന്നൊന്നും അവിടെ ഹോട്ടലിൽ പോയി താമസിക്കാനായിട്ട്. അപ്പോ സത്യം ഹോളിഡേ മതി. അവന് മര്യാദ അവിടെ ഇരുന്നോളാം. ഇറങ്ങരുത്, നമ്മൾ പോവാൻ ഇരിക്കണം അവിടെ. ടെക് ട്രാവൽ ഈറ്റിന്റെ പുതിയ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും മലപ്പുറം മൊത്തം കേട്ട് ഗൈസ്. ഇത് നമ്മൾ ശരിക്കും ഋഷിക്ക് 1 വയസ്സുള്ളപ്പോഴല്ലേ സലീഷേട്ടൻ ഇത് ഗിഫ്റ്റ് തരുന്നേ. ഋഷിക്ക് 1 വയസ്സുള്ള സമയത്ത് സലീഷേട്ടൻ ഗിഫ്റ്റ് തന്ന കാർ സീറ്റാണിത്. നമ്മളിത് ഇതുവരെ ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ INB ട്രിപ്പിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം ഋഷിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. 1 വയസ്സുള്ള കുട്ടിക്ക് കുറച്ചുകൂടെ ചെറുത് വേണമായിരുന്നു. ഇത് കറക്റ്റാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 13 കിലോ വരെയുള്ള കുട്ടികൾക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നത്. ഋഷി ഇപ്പോൾ കറക്റ്റ് 13-14 കിലോ ആ റേഞ്ചിലാണുള്ളത്. ഇനിയിപ്പോൾ ഋഷി കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വേറെ വെക്കേണ്ടതായിട്ട് വരും. കുറച്ചുകൂടെ വലുത് വെക്കേണ്ടി വരും. ഇപ്പം തന്നെ ഋഷിക്ക് ഇത് കുറച്ച് ടൈറ്റാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അവൻ കംഫർട്ടബിൾ ആണ്. ഋഷി ഓക്കെ ആണോ ഇതിനകത്ത്? ശരിക്കും നിങ്ങൾ വണ്ടിയിൽ ഇപ്പം നമുക്ക് പറ്റിയൊരു വലിയൊരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ INB ട്രിപ്പിൽ ഋഷി കുഞ്ഞായിരുന്നു, നമ്മൾ ഇതുപോലുള്ള കാർ സീറ്റ് ഉപയോഗിക്കേണ്ടതായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മുടെ വലിയ തെറ്റാണ്, വലിയ മിസ്റ്റേക്കാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇത് നിയമമാണ്, മസ്റ്റാണ്, ചെയ്യേണ്ടതാണ്. ഉണ്ടായില്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മസ്റ്റാണ്. അപ്പം നാട്ടിൽ നിയമം ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് എന്നാ മിണ്ടാൻ സമ്മതിക്കുമല്ലോ. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, മിണ്ടായിരിക്കും. 2 മിനിറ്റ്സ്. നിങ്ങൾക്ക് ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാം, കടകളിൽ നിന്ന് വാങ്ങിക്കാം. നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ മറ്റ് പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇത് വേറൊരു സാധനമാണ്. പെർഫ്യൂം, കുഞ്ഞി കോമ്പാക്ട്, അതായത് നമുക്ക് പെർഫ്യൂം ഉള്ള ഇതിൽ നിന്നും എടുത്തോണ്ട് നമ്മുടെ അടുപ്പ് സ്പ്രേ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ കുപ്പിയുടെ പോയെങ്കിൽ കുപ്പിയുടെ ഈ സാധനം പോയെങ്കിൽ എടുക്കാം. നമുക്ക് പെർഫ്യൂം ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആ ബോട്ടിൽ എടുത്ത് കാണിക്കണം, അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. അതെടുത്ത് ആ പോയ സാധനം. ഇപ്പൊ ചില ആൾക്കാർ പെർഫ്യൂം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കിനും ആ പെർഫ്യൂം ബോട്ടിലിന്റെ മുകളിലത്തെ ആ ഒരു സാധനം ഇത് കണ്ടോ, ഇത് ചീത്തയായിട്ടുണ്ടാവും, ഇതിന്റെ അടപ്പ് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് പെർഫ്യൂം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെക്കാൻ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും. സോ കടന്നലക്കാണ്ട് അറ്റൻഷൻ സീക്കിങ് ആണെന്ന് എനിക്ക് അറിയാം. പോവാം, വാ. എന്റെ പൊന്നു ശ്വേത, ഇത് നോക്കിയാൽ 150 കിലോമീറ്റർ പോകാൻ 4.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അടിപൊളി. ഞാനിപ്പോ പുലാമന്തോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നമ്മൾ ആക്ച്വലി മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവാണ്. ഞാനിപ്പോ ശരിക്കും ഉള്ളത് വളരെ വിവാദമാക്കിയ ഒരു റോഡിലാണ്. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്. പെരിന്തൽമണ്ണേന്ന് പട്ടാമ്പി റോഡ് അല്ലേ? ആക്ച്വലി ഞാനല്ല വിവാദമാക്കിയത്. ഞാനത് പണ്ട് ഇതിലൂടെ പോയപ്പോഴത്തേക്കിനും പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാറമായി കിടന്നൊരു റോഡായിരുന്നു. ആ ഒരു റോഡ് നമ്മൾ പറഞ്ഞു പട്ടാമ്പിയിലെ റോഡായിരുന്നു, ഇവിടുത്തെ ആൾക്കാർ ദുരിതത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടു. അത് സത്യമാണെന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാം വീഡിയോയുടെ താഴെ കമന്റും ചെയ്തു. പക്ഷെ അന്ന് ഇവിടുത്തെ MLA ആണെന്ന് തോന്നുന്നു അല്ലേ,
MLA ആണ്. എനിക്കെതിരെ കുറെ ആക്ഷേപമൊക്കെ, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് എതിർ പാർട്ടിക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിരുന്നു. വളരെ സന്തോഷം അദ്ദേഹം ആ വീഡിയോ നോട്ട് ചെയ്തത്, അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ സന്തോഷമായിരുന്നു എനിക്ക് ശരിക്കും. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് മോശമായി പോയി. താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കൾ പ്രതികരിക്കേണ്ടിയിരുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഞങ്ങൾ എത്രയും പെട്ടെന്ന് നന്നാക്കുന്നു അല്ലെങ്കിൽ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പൊ ഇതിലെ പോകുമ്പം അടിപൊളി റോഡാണ്. കണ്ടില്ലേ, ബട്ടർ ഒഴുകുന്ന പോലെ ഇങ്ങനെ, ബട്ടറല്ല പാലൊഴുകുന്ന പോലെ, വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒഴുകി ഒഴുകി പോകാവുന്ന കിടുക്കാച്ചി റോഡ് അല്ലേ ചേതാ? ഒന്നും പറയാനില്ല, കിടിലൻ റോഡ് ഇപ്പോ. അപ്പൊ എന്തായാലും ഈ റോഡ് നന്നാക്കിയതിൽ വളരെയധികം സന്തോഷം. ഗോഡ് ബ്ലസ് യു MLA. ആൻഡ് ജനങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണെന്ന് തോന്നുന്നല്ലേ? അതാണ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, പിന്നെ എങ്ങോട്ടാ, തൃശ്ശൂര്, കുന്നംകുളം, വൈറ്റില വഴി ചേർത്തലയ്ക്ക് പോകുന്നൊരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്. അങ്ങനെ ഞങ്ങള് ആനവണ്ടി, അങ്ങനെ ഞങ്ങള് പട്ടാമ്പി എത്തിയിരിക്കുകയാണ് ഗൈസ്. പട്ടാമ്പി ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ഏതൊക്കെയോ വഴി കൂടെയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ? കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാ പോകുന്നുള്ളത്. ഓ, വടക്കാഞ്ചേരിയുടെ തൃശ്ശൂരിനെ നടക്കാം. എന്താ റിഷ, ഇവിടെ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ പുറകിൽ ഒരു റെയിൽവേ ക്രോസ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഋഷിനെ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക, ഋഷിക്ക് ട്രെയിൻ കാണാൻ വേണ്ടി. ഓ, നീ ട്രെയിൻ കാണണ്ടേ? സൗണ്ട് കേൾക്കണ്ടേ? ട്രെയിൻ കണ്ടിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. ട്രെയിൻ വരുന്നത് എടാ, വന്ദേ ഭാരത്. വന്ദേ ഭാരത്, വന്ദേ ഭാരത്, ഓറഞ്ച് വന്ദേ ഭാരത്. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കുന്നേ, അച്ചടാ നോക്ക്, പൊളിച്ച്. ഋഷി ഹാപ്പി. ഓ ഓ ഓ, ഇനിയില്ല, കഴിഞ്ഞു, ഇനി പോവാം. അടച്ചു, റെയിൽവേ ക്രോസ് തുറന്നു. ഓക്കെ, റെയിൽവേ ക്രോസ് തുറന്നു, നോക്ക്, തുറന്ന്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂര് റൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മള് ഇവിടെ ഭാരത് ഹോട്ടലില് ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറാൻ പോവാണ്. അതിനാണ് തൃശ്ശൂര് വന്നത്. തൃശ്ശൂര് റൗണ്ടിനടുത്ത് തന്നെയുള്ള ഭാരത് ഹോട്ടലില് അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ചില സമയത്ത് 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടി. ആ തൃശ്ശൂർ റൗണ്ടിൽ തന്നെയുള്ള പഴയ വീടൊക്കെ കണ്ടോ, പഴയ വീട്. ഷർട്ടല്ലേ തൃശ്ശൂര്. അവൻ എക്സ്പെക്ട് ചെയ്തില്ല നിങ്ങളെ ഇവിടെ. അവൻ ദോശഭ്രാന്തനാണ്. ലോകത്തെ ഏറ്റവും നല്ല ദോശ മേടിച്ചുതരാം. നിനക്ക് ദോശ വേണോ റിഷ? അവന് 3 നേരം ദോശ കൊടുത്താലും കഴിക്കുന്ന ആളാണ് അവൻ. അങ്ങനെ നമ്മൾ ഭാരത്തിൽ കയറി. ഋഷിക്ക് ദോശ, ഓഫ് കോഴ്സ്. ചേത ബട്ടൂര അടിപൊളി. ഇവിടുത്തെ ചന ബട്ടൂര നല്ല മണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു മസാല ദോശ. പുള്ളി ഡയറ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മസാല ദോശയാണ്. വേൾഡ്സ് ബെസ്റ്റ് മസാല ദോശ. ഞാൻ അതിൽ മോശമൊന്നും പറയില്ല, കാരണം അത് നല്ലതാണ്. അല്ല, അതിപ്പോ അങ്ങനെ പറയാനില്ലല്ലോ. കാരണം അല്ല, ഭാരത് ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ട് ദോശ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് എന്നെ ഇടിച്ചു കൊല്ലും. അതിപ്പോ കാലിക്കട്ട് പാരഗണി പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി കൊള്ളൂല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ എന്ന് പറയുന്ന പോലെയാണ്. അതാണ് സംഭവം. ഓരോ പൂരങ്ങളായിട്ട് ഇങ്ങനെ കേറി വരും ഇവിടുന്ന്. ഇവിടുന്ന് കണിമംഗലം ശാസ്താവ് ആദ്യം വരും, ദേവഗുരുവാ. അപ്പൊ ആൾക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. ഓക്കെ, അത് കാരണം വെയിലിന് മുമ്പ് വരും. എന്റെ പോലെയാ, കറുത്തു പോലോ. അത് ശരി. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നമ്മുടെ പടിഞ്ഞാറേ നടയിലാണ് അല്ലേ? വടക്കുന്നാഥന്റെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള മെയിൻ എൻട്രൻസ് പറഞ്ഞ പടിഞ്ഞാറേ നടയാ? കിഴക്കേ നടയല്ല? അല്ല, ഇതാണ് മെയിൻ എൻട്രൻസ്. അതെന്താ അങ്ങനെ? എൻട്രൻസുകളുണ്ട്. സാധാരണ ഒരു അമ്പലത്തിന്റെ ഏറ്റവും പ്രധാന എൻട്രൻസ് കിഴക്കേ നടയല്ലേ? ഞങ്ങളുടെ അവിടെ എങ്ങനെയാ? എന്താന്ന് പറയില്ല. അത് ശരിക്കും പറഞ്ഞാ ഈ നടയക്കൂടെയാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് കയറുക. പിന്നെ തെക്കേ വടക്കേ എല്ലാ ഗോപുരങ്ങളും ഉണ്ട്. അതില് തിരുമേനിമാർക്ക് മാത്രം കയറാനൊരു ഗോപുരം ഉണ്ട്. അതിൽ വേറെ ആൾക്കാർക്ക് എൻട്രൻസ് ഇല്ല.
പബ്ലിക്കിനെല്ലാം ഇവിടെ അല്ല. അപ്പം പൂരത്തിന്റെ സമയത്ത് തുറക്കുന്നത് അത് തെക്കേ ഗോപുരമാണ്. അത് പൂരത്തിന്റെ സമയത്ത് മാത്രം ഓർക്കുള്ളൂ, ദിവസമേ തുറക്കുള്ളൂ അന്ന് മാത്രത്തില്. ഒരൊറ്റ ദിവസം. ഓക്കെ, പിന്നെ തുറക്കൂല, അടയ്ക്കൂല, ഒന്നുമില്ല. എന്ത് പരിപാടി? അമ്പലത്തിൽ പോകാൻ പറ്റൂല. ഞങ്ങള് പോയാലോ? നിങ്ങൾ പുറത്തിരുന്നോ? ഞങ്ങളിവിടെ മുമ്പിൽ ഇതാരെ വിളിക്കുന്നത്? ഹിന്ദിയിലൊക്കെ ഹാത്തി ദേഖിലെ ജാനെ കെ ലിയെ. ആനെ കണ്ട കേസാവോ? ഇല്ലല്ലോ. ഇല്ല, ആനെ കണ്ട കേസല്ല. എന്തിനത്? ചേട്ടാ അതുകൊണ്ടാ ആനനെ കാണോ. ഐ ലവ് യു പറയും. ഐ ലവ് യു പറയും. ശരത്തേട്ടാ ഇഷ്ടാ പറയും. ശരത്തേട്ടാ സൂപ്പറാന്ന് പറ. സൂപ്പറാ പറയും. വഴിയുള്ളടാ മോനെ, ഇറങ്ങി. ആനെ കാണാൻ പോവാൻ ഗൈസ്. ആനനെ കാണിക്കാന്നും പറഞ്ഞപ്പോഴത്തേക്കിന് ശരത്തേട്ടനോട് കൂടി. അല്ലെങ്കിലും പിന്നെ ഇവനെ അറിയാം ശരത്തേട്ടൻ. അതുകൊണ്ട് പിന്നെ ശരത്തേട്ടൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഋഷിക്ക് ഭയങ്കര കാര്യമാണ്. എൻ്റെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇണങ്ങി പൊക്കോളും. ഋഷി ആനനെ കണ്ടോ? യെസ്, ഇവിടെ ഇതിനകത്ത് ദേവസ്വത്തിൻ്റെ 2 ആനകളുണ്ട്. യെസ്, ഹായ്. രാത്രിയായി, അതുകൊണ്ട് നമുക്കിപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ അവിടെ പുറകിൽ നമുക്ക് മറ്റേ പൂരം എക്സിബിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് പകൽ വന്ന് കാണാട്ടോ ആനേനെ. പോവാം, വേണമെങ്കിയാ. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ നേരം എന്തൊക്കെയോ കുറേ സംസാരിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൗണ്ടിൻ്റെ ചുറ്റിനും വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ റൗണ്ടിനകത്തേക്ക് വരുന്നത്. ഇവിടെ അമ്പലപ്പറമ്പിലേക്ക് വരുന്നത്, ഈ അമ്പലത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. പല തവണ ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിലും സത്യം കറക്റ്റ് മണി 8 മണി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. നമ്മളിന്ന് അകത്ത് കയറാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അകത്ത് കയറുന്നില്ല. ഇനി എപ്പോഴും വരാമല്ലോ. എന്തായാലും പൂരത്തിന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടുത്തെ പൂരത്തിന്റെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഡബിൾ മൈൻഡിലിരിക്കുകയാണ്. ഉറപ്പായിട്ടും വരണം, എന്തായാലും വരണം. ഐ വിൽ ട്രൈ. അല്ലെങ്കിൽ പൂരം കഴിഞ്ഞ എപ്പോഴാണെങ്കിലും പൂരത്തിന് എന്തായാലും വരണം. ആ തിരക്ക് എൻജോയ് ചെയ്ത് പൂരത്തിൽ നിൽക്കുമ്പോഴല്ല അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ? ശരിയാ. തിരക്ക് പാലോചിക്ക് തൃശ്ശൂർ പൂരം ഒറ്റയ്ക്ക് കണ്ട ഭംഗി ഉണ്ടാവും? ഇല്ല. ആ ക്രൗഡിൽ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ വന്ന് തൃശ്ശൂർ പൂരം കാണുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി. തിരക്കൊന്നും നോക്കണ്ട, അപ്പോരെ അത് സെറ്റ് ചെയ്യാം. നമുക്ക് മടത്തിൽ വരവ് കാണാം, അല്ലെങ്കിൽ ചിത്രമേളം കാണാം, പടമാറ്റം കാണാം, വെടിക്കെട്ട് കാണാം. ഈ 4 സാധനം മൊത്തം തൃശ്ശൂർ പൂരം കാണാൻ പറ്റില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഓക്കെ, ആനനെ കണ്ട് തൃശ്ശൂർ അമ്പലം കണ്ടു അല്ലേ? എല്ലാം കണ്ടു. ഋഷി ഹാപ്പി. അമ്പലത്തിനകത്ത് മാത്രം കയറാൻ പറ്റിയില്ല. ഞാൻ ഇതുവരെ ഇവിടെ അമ്പലത്തിൽ കയറിയിട്ടില്ല. പക്ഷെ നമ്മൾ കയറും. അമ്പലത്തിനകത്ത് കയറിയാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഫുൾ റെസ്ട്രിക്റ്റഡ് പ്ലേസ് ആണ്. അമ്പലത്തിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രവും പരിസര സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് വേറെ നല്ലൊരു വീഡിയോ തന്നെ ചെയ്യണം. അത് ഞാൻ ശരത്തേട്ടനും കൂടെ ചെയ്യുന്നതായിരിക്കും. പിന്നെ പൂരം എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ 2-3 ദിവസം അത്രയും തിരക്കൊക്കെ എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ പൂരം കണ്ടിട്ടില്ല. ഞാൻ തൃശ്ശൂർ പൂരത്തിന് വീഡിയോ വന്ന് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കണ്ടില്ല, വീഡിയോസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമാവും. സോ പ്ലീസ്. അപ്പോൾ നമ്മളിപ്പം എറണാകുളത്തേക്ക് പോകണം. രാത്രി 8 മണിയായി. ഇന്ന് വീട്ടിൽ നിന്നിട്ട് നാളെ നമുക്ക് ഫർദർ ഡൗൺ ട്രാവൽ ചെയ്യണം. എന്റെ പൊന്നെ ശ്വേത, ഇത് കണ്ടാ? ഇതെന്താ ഇത്? ദൈവമേ, ഞങ്ങളുടെ കോട്ടയത്ത് ഇതേപോലെ ഒരു സാധനം പടത് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും അസ്ഥികൂടം പോലെ നിൽക്കുക. ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് പൊളിച്ചിട്ടാ. ഇത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൃശ്ശൂരിലെ ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് ഇതുപോലെയുള്ള ആകാശപാത ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഇടുക്കി. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രാഫിക് ബ്ലോക്കിൽ വിട്ടുകിടക്കുകയാണ്. ഇവിടെ മൊത്തം പണി നടക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഇത്രയും പണി നടക്കുന്ന ഈ ഒരു റോഡിൽ ഈ ഇത്രയും ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് നമ്മൾ ടോള് കൊടുത്ത് പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും മണ്ടന്മാരാക്കുകയാണ്. ആരെങ്കിലുമൊക്കെ കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഈ പണി തീരുന്നത് വരെ ടോള് വാങ്ങുന്നത് നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നൊക്കെ ഈസി ആയിട്ടൊരു അനുകൂല വിധി നേടാവുന്നതാണ്. എന്തുകൊണ്ടാണെന്നൊന്നും ആരും ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. പണ്ട് പോലെ ഇന്ന് വരെ യാതൊരുവിധ സൗകര്യങ്ങളും കിട്ടാതെ നമ്മൾ ടോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ ടോൾ പ്ലാസ അല്ലേ? അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണ്ടേ പണിയേണ്ട സാധനമാണ് ഇവരിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്നും നമ്മളിങ്ങനെ ഈ പണി കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് ഇവിടുത്തെ ടോൾ പിരിവ് ഈ പണി തീരുന്നത് വരെയെങ്കിലും നിർത്തിവെക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ പെട്ടെന്ന് തീരും. കാരണം
പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടോൾ പിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പണിയൊക്കെ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ടിറങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു നല്ലതായിരുന്നു. അപ്പുറത്തൊക്കെ ബ്ലോക്ക് ഉണ്ടോ ശ്വേത? എടപ്പള്ളിയിലെക്കാട്ടി ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് നോക്കിയാൽ എത്ര വണ്ടികളാണെന്നറിയോ. ഈ ടോള് കൊടുത്ത് പോകുന്ന ഈ റോഡില് പണി നടക്കുന്ന കാരണം ബ്ലോക്കിൽ കിടക്കുന്നത്. കഷ്ടമുണ്ട്. നമ്മൾ ജനങ്ങൾ എപ്പോഴും മണ്ടന്മാര് തന്നെയല്ലേ. എത്തി നാഷണൽ കിങ്ഡം എത്തി. ബാ കമോൺ, പാലാരിവട്ടം. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് വി വിൽ കണ്ടിന്യൂ ടുമോറോ. വാ കമാൻ വരൂ സാർ വരൂ. അങ്ങനെ തൃശ്ശൂരെന്നൊരു പെടച്ച് നമ്മളതാ നമ്മുടെ ഫ്ലാറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പോകുന്ന വഴിക്ക് എറണാകുളത്ത് ഹോട്ടലെടുത്ത് നിൽക്കണ്ടല്ലോ, രാത്രി ആയില്ലേ. സോ വി ആർ സ്റ്റേയിങ് ഹിയർ ടുനൈറ്റ്. ഋഷി ഉറങ്ങിപ്പോയി എല്ലാടാമത്തെ. ഋഷി കുറെ നേരം മണ്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. ആടി നിൽക്കുന്ന കണ്ടോ പാവം. അമ്മ അപ്പനൊന്നും ഇവിടെ ഇല്ല. അമ്മ അപ്പനൊക്കെ കോഴഞ്ചേരി പോയിരിക്കുകയാണ്. അവിടെ വീടിന്റെ പെയിന്റിങ് നടക്കുകയാണ്. അബി ട്രിപ്പിലാണ്. അവൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. അത് കഴിഞ്ഞ് നമ്മളുടെ ഫുൾ ടൈം ഉണ്ടാവും. ഓ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇത് ഋഷിയുടെ വന്ദേ ഭാരതാണ്. നിങ്ങൾ കണ്ടോ? നോക്കിയേ, ഋഷിയുടെ വെള്ള വന്ദേ ഭാരത്. ഹൈദരാബാദ് പോവോ ആ വന്ദേ ഭാരത്? ഇല്ലല്ലോ. കാസർഗോഡ് ചെങ്ങന്നൂർ കന്യാകുമാരി അല്ലല്ലോ. കാസർഗോഡ് തിരുവനന്തപുരം അല്ലേ? ബെസ്റ്റ്, നല്ല റൂട്ട്. നമ്മൾ ഇന്നലെ ഓറഞ്ച് വന്ദേ ഭാരത് കണ്ടു. ഋഷി ഒരു വന്ദേ ഭാരത് ഫാനാണ്. ഇത് ഋഷിയുടെ വെള്ള വന്ദേ ഭാരത് വിത്ത് ട്രാക്ക്. പാലമുണ്ട്, ടണലുണ്ട്, സിഗ്നൽ ലൈറ്റ് ഉണ്ട്. ഇല്ല, ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വാങ്ങിക്കാൻ കിട്ടും. ഞാനിതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ടോയ്സ് വാങ്ങിക്കാം. ഇതിന് വലിയ വിലയൊന്നുമില്ല. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരിക്കും. 2 ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറുകൾ ആൻഡ് ദിവസങ്ങൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നോളും. ഓ ആണോ? വെരി ഗുഡ്. ഇതെന്താ പറയുക? ഇത് കാർ സ്റ്റാൻഡ് ആണോ? ഓ ഇത് നോക്കിയ ഋഷിയുടെ കാറെല്ലാം അവിടെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ. ഗുഡ് മോർണിംഗ്. എന്താണ് കഴിക്കാൻ രാവിലെ? പറ. ദോശയായിരിക്കും അല്ലേ? രാവിലെ ദോശ ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനമ്മ ഇവിടെ ഇല്ല. അപ്പനമ്മയും കോഴഞ്ചേരി പോയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളും പോകും കോഴഞ്ചേരിക്ക്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ എവിടെ പോണ്? കോഴഞ്ചേരി പോണ്. എന്താ ഋഷി? സൈക്കിൾ വേണ്ട, തൽക്കാലം ഇത് മതി. ഇത് ഋഷിയുടെ പഴയ കാറാണ്. സോ ഇത് നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുക്കണം. നിനക്ക് 2 കാറില്ലേ? ഇല്ലേ? അപ്പൊ ഒരു കാറ് വേറെ ആർക്കെങ്കിലും കാറില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കണം. ഷെയറിങ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആൾക്ക് ഒന്നും ഷെയർ ചെയ്യാൻ അറിയത്തില്ല. പല കാര്യങ്ങളും ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇറങ്ങ. അവന് അത് ഉപയോഗിക്കത്ത് പോലും ഇല്ല. ഇത് അയ്യോ അടഞ്ഞല്ലോ. കേറി. ഋഷി ഉപയോഗിക്കണ്ടായേ. ഋഷി അവൾ ആദ്യം ഇവിടെ ഉള്ള കാർ ഉപയോഗിക്കുക കേട്ടോ. ഋഷിക്ക് 1 വയസ്സുള്ളപ്പോ മനാഫങ്ങൾ വാങ്ങിച്ചു തന്ന കാറാ അല്ല ഋഷ? അതാണ് മനാഫങ്ങൾ വാങ്ങിച്ചു തന്ന കാർ. അതിപ്പോഴും വർക്കിംഗ് ആണത്. ഞാനിപ്പോ ആക്ച്വലി നമ്മുടെ അരൂര് ടോൾ പ്ലാസ എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്ന് അരൂര് ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ചേർത്തല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരൂക്കുറ്റി വഴി ചേർത്തല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൈവേയിലൊക്കെ വർക്ക് നടക്കുന്ന കാരണം ഹൈവേ ഒക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, എനിക്ക് തണ്ണീർമുക്കത്ത് KTDCയുടെ ഹോട്ടലുണ്ട്. അവിടെ കയറി ലഞ്ച് കഴിക്കണം. അതാണ് എൻ്റെ ഈ റൂട്ടിലെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇച്ചിരി ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ വഴി പോകുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും തിരക്കൊക്കെ കുറഞ്ഞ് ഇച്ചിരി ശാന്തമാവും. എന്നാലും ഹൈവേ കൂടെ പോകുന്നതിലും ബെറ്റർ ആണ് ഇപ്പം. ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കൊല്ലൻകൂമ്പ് കടവ് പാണാവള്ളി എന്ന് പറഞ്ഞ ചേർത്തലയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ വന്നതാ. ഞാനിവിടെ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ അടുത്ത് കാപ്പിക്കോ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ടായിരുന്നു പണ്ട്. അതൊരു പ്രൈവറ്റ് വ്യക്തികളുടെ ഒരു റിസോർട്ടായിരുന്നു. ആ ഒരു റിസോർട്ട് ആക്ച്വലി അവിടെ ഞാൻ പണ്ട് ഇവിടെ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ ഞാനത് കണ്ടിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം കണ്ടോ? ഈ കാണുന്ന സ്ഥലം കണ്ടോ? ആ ഒരു ദ്വീപ്. ഈ ദ്വീപില് അതിമനോഹരമായിട്ടുള്ള 50ഓളം വരുന്ന പൂൾ വില്ലകളുള്ള ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യം കണ്ടാൽ നിങ്ങളിപ്പോൾ വിശ്വസിക്കില്ലല്ലോ. പൂൾ വില്ല ഉണ്ടായിരുന്നു ഇവിടെ. ആ പൂൾ വില്ല ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. ആ സ്ഥലം കംപ്ലീറ്റ് പൊളിച്ച് കളയപ്പെട്ട ഒരു ദൃശ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഹൃദയഭേദകമാകുന്ന കാഴ്ചയാണെന്ന് തന്നെ പറയാം. അത്ര കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു സ്ഥലം.
അപ്പൊ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഇവര് കായൽ കയ്യേറിയെന്നോ മറ്റൊക്കെയാണ് പറയുന്നത്. കായൽ കയ്യേറിയെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരായിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയി പൊളിച്ചു കളയാൻ പറഞ്ഞ് കോടതി വിധി വന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ് ഇവിടുത്തെ പഞ്ചായത്തിന്റെയും അതേപോലെ തന്നെ കളക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ അത് പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞ് പഴയ പടിയാക്കി ആ സിറ്റീസ് ആക്കി മാറ്റി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു റിസോർട്ട് കംപ്ലീറ്റ് കോടികൾ മുടക്കി പണിത് അതിന്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഉദ്ഘാടനത്തിനൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഇത് പണിയാൻ നേരം ആരും ഒബ്ജക്ട് ചെയ്തില്ലേ? നമുക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇത് പണിയാൻ നേരം ആരും ഒബ്ജക്ട് ചെയ്തില്ലേ? അതൊക്കെ ചോദിക്കാൻ പോയാൽ പല പല ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ നമ്മുടെ മരട് ഫ്ളാറ്റിൽ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ളാറ്റാണ്. അപ്പൊ ആ ഫ്ളാറ്റാണ്, അതായത് ടാക്സ് അടച്ച് ആളുകൾ പർച്ചേസ് ചെയ്ത് ആധാരമാക്കി എഴുതി താമസിച്ച് വന്നുകൊണ്ടിരുന്ന ഫ്ളാറ്റുകളാണ് പൊളിച്ചു കളഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്പർ വരെ കിട്ടിയ ബിൽഡിങ്ങുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ അവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന അതിമനോഹരമായിട്ടുള്ള നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി ഒട്ടേറെ നാട്ടുകാരടക്കം പല ആളുകൾക്കും ജോലി ലഭിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാപനമാണ് അവിടെ നിന്നും ഇല്ലാണ്ടായത്. ശരിക്കും അവര് ഭൂമി കയ്യേറിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഭൂമി കയ്യേറാൻ പാടില്ല. അങ്ങനെ ഭൂമി കയ്യേറി അവിടെ നിർമ്മിച്ചു ഇത്രയും ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭീമമായ ഒരു പിഴ നൽകി അത് നിലനിർത്താമായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുത്തിട്ട് KTDCക്ക് കൊടുത്തൊരു റിസോർട്ടാക്കി മാറ്റി അത് നിലനിർത്താമായിരുന്നു. ചെയ്തൊരു സംഭവം പൊളിച്ചു കളഞ്ഞത് ശരിക്കും ഒരിക്കലും ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ രണ്ട് തരങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നല്ലൊരു റിസോർട്ട് ഉണ്ടാകേണ്ട ഒരു സ്ഥലമായിരുന്നു, അല്ല ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ കാണുമ്പോഴും അത് മനോഹരമാണ്. ഇവിടെ റിസോർട്ട് ഉണ്ടായിരുന്നപ്പോൾ അതിലും മനോഹരമാണ്. എനിക്ക് തോന്നുന്നു കാപ്പിക്കോ റിസോർട്ടിന്റെ ഒക്കെ പേര് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ പഴയ വീഡിയോകളൊക്കെ ധാരാളം കാണാൻ സാധിക്കും. എനിക്ക് 1.5 വർഷം മുമ്പാണ് അത് പൂർണ്ണമായിട്ടും പൊളിച്ചു കളഞ്ഞത്. ഞാൻ 2-3 വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഞാൻ അന്ന് അതിന്റെ ഒരു പൂർണ്ണ തോതിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു രൂപമൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. എന്തായാലും ഇതിലൂടെ പോയപ്പോഴത്തേക്കിനും എനിക്കതൊന്ന് കയറി കാണണം എന്ന് തോന്നി. അതാണ് ഞാനിപ്പോൾ ഇവിടെ കയറിയത്. അങ്ങനെ നമ്മളിപ്പോ തണ്ണീർമുക്കം എത്തിയിരിക്കുകയാണ്. ആ തണ്ണീർമുക്കം ബണ്ടിലോട്ട് കയറുന്നതിന് മുൻപായിട്ട് ഇവിടെ നമുക്ക് KTDCയുടെ ഒരു ചെറിയൊരു റിസോർട്ട് ഉണ്ട്. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോട്ടലുണ്ട്. KTDC കുമരകം ഗേറ്റ്വേ എന്നാണ് അതിന്റെ പേര്. ഇത് സെറ്റപ്പ് ആട്ടോ. ഞാൻ ഇവിടെ പലതവണ വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇത് റിസപ്ഷൻ. ഹായ് ചേച്ചി. ആനയുടെ മുഖമുണ്ട് ഇവിടെ. ഋഷി ആനയുടെ മുഖത്ത് തൊട്ടു. ആനയുടെ മുഖമുണ്ട്. വാ, ഇത് ശരിക്കും ഒരു റിസോർട്ട് പോലെ തന്നെയാണല്ലോ. ഇത് 34 മുറികളുണ്ടെന്ന് ഇവർക്ക് ഇവിടെ. ഇത് അടിപൊളിയാണല്ലോ ശ്വേത, അല്ലേ? പുറത്തൂടെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവൂല. അതെ, ബിയർ പാർലർ ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, സ്റ്റേയും ഉണ്ട്. അത്രയും പരിപാടികളിവിടെ. ഡിയർ ഇല്ല, സോറി. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാൽ അടിപൊളിയാണ് കേട്ടോ. ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറാവുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിന്റെ ആ സൈഡിലുള്ള കായലാണ് ഈ കാണുന്നത്, വേമ്പനാട് കായലാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പ്ലേസ് ഉണ്ട്. ഇന്നിവിടെ കല്യാണമോ എന്തോ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോട്ട് ചിട്ടിയൊക്കെ ഉണ്ട്. അടിപൊളി കിടിലൻ സെറ്റപ്പ്. കല്യാണം വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വരെ നടക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ KTDCയുടെ കീഴിലുള്ള ആ ഒരു സ്ഥലം. ഇത് ഇവിടെ ഒരു റൂം. ഇവിടുത്തെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി. അതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പുള്ളി എനിക്ക് ഇവിടെ റൂമിൻ്റെ ഇവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് റൂമും കൂടെ കാണാമല്ലോ. നമ്മൾ ഇന്നിവിടെ താമസിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും കൊള്ളാം അല്ലേ? അടിപൊളി റൂം, സെറ്റപ്പ് സ്ഥലം. ഋഷി കം ഹിയർ പ്ലീസ്. അടിപൊളി റൂം. ഈ വ്യൂ വേറെ എവിടെ കിട്ടും ഇല്ലേ? എന്താ ഋഷി? ബാത്റൂം. ഋഷി ഇന്ന് ഇവിടെ ആണോ താമസിക്കാൻ പോകുന്നത്? ഞങ്ങള് കോഴഞ്ചേരി പോവാ. വേണ്ടേ? അവനിന്ന് വലിയത് വലിച്ചു തുറന്നാ മതി. വലിക്ക് തുറന്ന് അതിനകത്ത് പില്ലോ വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ പില്ലോ വെച്ചിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞാ? ഓക്കെ, ഇത് നീ പറഞ്ഞോ. നമ്മൾ ഈ വഴി പോകുമ്പോ 100 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളില് ഞങ്ങൾ ആ ഫ്രണ്ട് ഭാഗം മാത്രം കണ്ടിട്ട് നമ്മള്
ഒരു ബിയർ അടിക്കാൻ പോലും ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല. അതാണ് ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കിനും കരിമീൻ വന്നു, പിന്നെ ഡക്കുണ്ട്, പിന്നെ ഇത് ചിക്കൻ 65 ഉണ്ട്, ഇടിയപ്പമുണ്ട്, ശ്വേത ഇവിടെ ഇരിപ്പുണ്ട്, ഗോപുചേട്ടൻ വന്നിട്ടുണ്ട്. ഗോപുചേട്ടൻ നമസ്കാരം. ഗോപുചേട്ടനെ നമ്മൾ ലാസ്റ്റ് കാണുന്നത് INB ട്രിപ്പ് പോകുന്ന സമയത്ത് ചെന്നൈയിൽ വെച്ചിട്ട്. അന്ന് ചെന്നൈ KTDCയിൽ വർക്ക് ചെയ്യായിരുന്നു പുള്ളി. ഇപ്പോൾ ഇവിടെ തണ്ണീർമുക്കത്തുണ്ട്. സോ പ്ലഷർ മീറ്റിംഗ് യു അഗെയിൻ. ഇന്ന് ലീവ് ആയിരുന്നു. ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കിനും ഓടി വന്നിട്ട് യൂണിഫോം എടുത്തിട്ടിരിക്കുക. ഇപ്പൊ അതെ, ലീവ് ആയിരുന്നു ഇന്ന്. എന്തായാലും സോ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഡക്ക് റോസ്റ്റ് ഗൈസ്, ഡക്ക് റോസ്റ്റ് അപ്പം മറ്റേ ഇടിയപ്പം. ശ്വേതയ്ക്ക് വെജ് മീൽസ്. ചോറ് എങ്ങനെയുണ്ട് ശ്വേത? നല്ലതല്ലേ? KTDCയിലെ ഫുഡ് പൊതുവെ നല്ല ഫുഡാണ്. നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം കയറിയിട്ടുണ്ട്. ആളുകളൊക്കെ ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലും വരും, ബിയർ കഴിക്കാൻ വരും. ബിയർ പാർലറുണ്ട് അല്ലേ? എനിക്ക് മീൽസ് വന്നു. മീൽസ് ഫിഷ് കറി മീൽസ്, പിന്നെ ഇത് നമ്മുടെ കക്ക ഇറച്ചി, പിന്നെ ഇത് പള്ളത്തി എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഫ്രൈ ചെയ്ത സാധനം. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് എൻ്റെ ഫുഡ്. മുമ്പിൽ ഇവിടെ ഊഞ്ഞാലുണ്ട്, പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇത് മറ്റേ ഇതല്ലേ ആർച്ചറിക്കുള്ള പരിപാടി. പോവാ, നമുക്ക് കോഴഞ്ചേരി പോവാം. നമുക്ക് ഇത് ബോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ. നമുക്കിവിടെ ബോട്ടൊക്കെ ഇവിടെ ബോട്ടുണ്ട്, വള്ളത്തിൽ കയറാമേ. ഇവിടെ ഇവര് കല്യാണമൊക്കെ നടത്തുന്നുണ്ട് കേസ്. അതായത് ഈ കല്യാണത്തിൻ്റെ ഒരു വെന്യൂ ആണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമുക്ക് കല്യാണം നടത്താന്നുള്ളത്. കല്യാണത്തിന്റെ റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഫുൾ റിസോർട്ട് 34 റൂംസ് ഉൾപ്പെടെ കൊടുക്കും. സീസണിൽ വേറെ റേറ്റ് ആണ്, സീസൺ റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം മൊത്തം റൂംസും കിട്ടും, നമുക്ക് ഇവന്റ് ചെയ്യാനുള്ള സ്ഥലവും കിട്ടും. ഫുഡ് വേറെ? ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. റൂമിന്റെ റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ റൂംസും ഈ പറഞ്ഞ പോലെ ലേക്ക് വ്യൂ ആണല്ലോ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ റൂംസും ലേക്ക് വ്യൂ ആണ്. ഇനി വേണ്ട ഈ കാണുന്ന സ്ഥലത്തിന് ഇവിടെ ഉടനെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂള് വരും. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി സെറ്റപ്പായി മാറും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണുന്ന തണ്ണീർമുക്കം ബണ്ടാണ്. ശരിക്കും ആ ഒരു ബണ്ടിൻ്റെ വ്യൂ ആണ് ശരിക്കും ഈ ഒരു ലൊക്കേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. തണ്ണീർമുക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ റിസോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ സൺസെറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൺസെറ്റ് അല്ല സൺറൈസ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ നമുക്ക് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയം നമുക്കിവിടെ കിട്ടും. പിന്നെ ചുറ്റിലും കായൽ, ആ ഒരു കായലിൻ്റെ സമീപത്തായിട്ട് ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിന് നടുവിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി റൂംസ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു സ്ഥലം. ഇവിടെ ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ തണ്ണീർമുക്കം ബണ്ടാണ് ഈ കാണുന്നത്. ഈ തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത് ശരിക്കും ദേശീയ ജലപാതയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ സൂയസ് കനാലും അതേപോലെ തന്നെ പനാമ കനാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ പനാമ കനാലിലൂടെ ഷിപ്പ് പോകുന്നതൊക്കെ നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. അതായത് രണ്ട് തലവും രണ്ട് കടലുകളും ഒന്ന് ഉയരം കൂടിയ സ്ഥലവും ഒന്ന് ഉയരം കുറഞ്ഞ സ്ഥലമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതേപോലെയാണ് നമുക്ക് അതായത് കായലും കൂടെ ചേരുന്ന സ്ഥലം അല്ലേ? അതെ. ഇത് അപ്പുറത്തെ ഭാഗം ഫ്രഷ് വാട്ടർ ആണ്, ഇത് സോൾട്ട് വാട്ടർ, ഇത് കടലുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. ഇപ്പം ഇവിടെ ലെവൽ കൂടുതലാണ്, നമുക്ക് ഒരടിയെങ്കിലും വെള്ളത്തിന്റെ ലെവൽ കൂടുതലാണ്, അപ്പുറത്തെ സൈഡിൽ കുറവാണ്. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ടാണ് നമ്മളിത് അടച്ചിട്ടേക്കുന്നത്. അപ്പൊ അകത്തുള്ള കുട്ടനാട് റീജിയനിലെ കൃഷി മൊത്തം നശിക്കും. അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചിട്ടേക്കുന്നത്. ഇപ്പൊ പക്ഷെ എങ്കിലും നമുക്ക് ഇവിടുന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഈ ബോട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പം ആ ബോട്ട് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ട് പോലെ കെട്ടിവെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കും, ഫസ്റ്റ് വൺ ഈ ഷട്ടേഴ്സ് തുറക്കും, എന്നിട്ട് ബോട്ടിനകത്ത് കയറ്റും, ഇതിനകത്ത് കയറ്റിയിട്ട് ഇത് അടയ്ക്കും. ഇത് അടച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഷട്ടേഴ്സ് പിന്നെയും തുറക്കും. അത് കഴിയുമ്പോഴത്തേക്ക് വാട്ടർ ലെവൽ ഒരേ ലെവലാവും. അത് കഴിഞ്ഞിട്ട് ബോട്ടിനെ പുറത്തിറക്കിയിട്ട് പിന്നെ അത് അടയ്ക്കും. ഇപ്പൊ അവിടെ നിന്നാണ് വരണമെങ്കിൽ ചിലപ്പോൾ അവിടെ ലോ ടൈഡും ഇവിടെ ഹൈ ടൈഡും ആയിരിക്കും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ സെയിം സിസ്റ്റം, അത് തുറക്കും, വെള്ളം ഇറക്കി വിടും, അകത്ത് കയറ്റും, അത് കഴിഞ്ഞിട്ട് അത് അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം അകത്തോട്ട് കയറും, അപ്പൊ ഹൈറ്റ് കൂടും, അത് കഴിയുമ്പോൾ ബോട്ടിനെ പുറത്തോട്ട് ഇറക്കും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ ഇതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളും എവിടെ നിന്നായിരിക്കും അവർ ചെയ്യുന്നത്? ഇവിടെയുണ്ട്, അവിടെ ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്കും മാനുവലി ആണോ ചെയ്യുന്നത്? അത് ശരി. പൽചക്രമാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ നോക്കി.
ആ അത് ശരി. എൻ്റെ ദൈവം, ഞാൻ എത്ര തവണ ഈ തണ്ണീർമുക്കം വണ്ടി കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഈ ഒരു സംഭവം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപ്പുവെള്ളം ഫ്രഷ് വാട്ടറും കൂടെ ചേർന്നതുകൊണ്ട് ഈ ഏരിയയിൽ നിറയെ ചെമ്മീൻ കിട്ടുന്ന ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഈ ഏരിയയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അവിടെ അതിക്രമിച്ച് കിടക്കുന്ന ശിക്ഷാർഹം എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, ഇല്ലെന്ന് നാളെ ചിലപ്പോൾ എൻ്റെ പേര് കേസ് വരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ന് പറയുന്നത് ഈ കാണുന്ന ബോട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ പോകുന്ന ബോട്ട്, ആ ബോട്ടിന് ഈ ഇതിൻ്റെ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേ കൂടെ വരുന്നു, ഇതിനകത്ത് ഇത് തുറക്കുന്നു, ഇതിനകത്ത് കയറ്റിയിടുന്നു, എന്നിട്ട് അത് തുറക്കുന്നു, എന്നിട്ട് ഇത് അങ്ങോട്ട് പോകുന്നു, എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള രണ്ടെണ്ണം അപ്പുറത്തും അതും സെയിം ആണോ? അറ്റ് എ ടൈം രണ്ട് വള്ളത്തിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിലാണ് ഈ സംഭവങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 3 പശ്ചിമ തീര കനാൽ കൊല്ലത്തിന് ഇവിടെ നിന്ന് 106 കിലോമീറ്റർ, അതായത് ഈ കായലിലൂടെ അങ്ങോട്ട് 106 കിലോമീറ്റർ കായലുകളും അതേപോലെ തന്നെ നദികളും കടന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഭാഗത്താണ് കുമരകമൊക്കെ വരുന്നത്. നമുക്ക് കുമരകം ഭാഗത്തെ ഹൗസ് ബോട്ടുകളും മറ്റുമൊക്കെ അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു തണ്ണീർമുക്കം ബണ്ടാണ് ഈ ഒരു പ്രദേശം. ആക്ച്വലി ഇവിടെ ഒരു പൂൾ ഉണ്ടായിരുന്ന ഞാനിന്ന് ഇവിടെ നിന്നേനെ, വീട്ടിൽ പോകില്ലായിരുന്നു. അത് കിട്ടില്ലൊരു ആംബിയൻസ് അല്ലേ ശ്വേത? കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നല്ല സ്ഥലം, ഇത്രയും നല്ല വേണ്ട ഇന്ന് വീട്ടിൽ പോവാം. ഇത്രയും നല്ല സ്ഥലം, ആ സ്ഥലത്ത് ശരിക്കും ഒരു 3500 റേഞ്ചിൽ നമുക്ക് റൂം കിട്ടാന്ന് പറയുന്ന വലിയ കാര്യം തന്നെയല്ലേ. ഇവിടെ മാവൊക്കെ ഉണ്ട്, മാവയിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട് നമ്മുടെ KTDCയുടെ ഹോട്ടലാണ് കേട്ടോ. അതായത് KTDC എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഹോട്ടലാണിത്. നമ്മളന്ന് KTDCയുടെ കുമരകം റിസോർട്ടിൽ പോയി താമസിച്ച് വീഡിയോ എടുത്തില്ലേ, അത് ഏതാണ്ട് 7 ലക്ഷം വ്യൂ ആയി അത് അല്ലേ. ആ വീഡിയോ ഭയങ്കര റീച്ച് ആയിരുന്നത്, ഭയങ്കര റീച്ചുള്ള സ്ഥലമായിരുന്നു. KTDCയുടെ കിട്ടുന്ന സ്ഥലങ്ങളാണല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KTDC റിസോർട്ട്സ്. നമ്മൾ KTDCയുടെ തേക്കടിയിലെ ലേക്ക് പാലസിൽ പോയി താമസിക്കണം. എൻ്റെ ഒരു ഡ്രീമാണ് അവിടെ പോകണം എന്നുള്ളത്. ഹിൽ പാലസ് അല്ല, തേക്കടിയിലെ ലേക്ക് പാലസ്. അത് പണ്ടത്തെ രാജാവിന്റെ കൊട്ടാരമായിരുന്നു ഗൈസ്. എന്താ ഹലോ എടാ, ഹിൽ പാലസ് കൊള്ളൂലടാ, അവിടെ ഹോട്ടലില്ലടാ, അത് മ്യൂസിയമാടാ. ഹലോ 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 എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത് കിട്ടില്ലേ. ശരി, അപ്പോൾ കാണാം, അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ. ഓക്കെ ബൈ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി, നമ്മൾ ആ ഒരു ബണ്ടിന്റെ മുകളിലൂടെ നമ്മളിനി കോട്ടയം ചങ്ങനാശ്ശേരി വഴിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളെ കോഴഞ്ചേരി പാലം, അപ്പുറത്തെ പാലത്തിന്റെ പണി ഏതാണ്ടൊക്കെ എന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ. എന്താണോ ഇനി പുതിയ പാലത്തിന്റെ പണിയൊക്കെ തീരാൻ പോകുന്നത് എന്തോന്നറിയില്ല. റഷ്യ വലുതാകുമ്പോഴേക്കൊക്കെ തീരുമായിരിക്കും അല്ലേ ചോദ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് റഷ്യ വലുതാകുമ്പോഴത്തേക്കും പുതിയ പാലത്തിന്റെ പണി തീരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. റഷ്യക്കുത്തൻ അതാ ആശ്ചര്യപ്പെട്ട് ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു. ആശ്ചര്യപ്പെട്ട് എണ്ണി നോക്കുമോ കോഴഞ്ചേരി എത്തി. കോഴഞ്ചേരി ഉറക്കമായിരുന്നു ഇത്ര നേരം ഉറക്കമായിരുന്നു. ബാ, ഞങ്ങളുടെ വീട് മൊത്തം ഇവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് മെയിൻ്റനൻസ് വർക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീട് വാടകയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. കോഴഞ്ചേരിയിൽ മുത്തൂറ്റ് ആശുപത്രി കാണുന്നതാണ് നമ്മുടെ മുത്തൂറ്റ് ആശുപത്രി. മുത്തൂറ്റ് ആശുപത്രിയുടെ പുറകിലാണ് ഞങ്ങളെ വീട്. ഇതിൻ്റെ താഴത്തെ ഫ്ലോർ മാത്രം ഞങ്ങൾ റെൻറ്റിന് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ അകത്ത് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളെല്ലാം നടത്തി നമ്മളിത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെയിന്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റെൻറ്റിങ് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ആർക്കെങ്കിലും റെന്റിന് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. റെന്റ് എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ തൽക്കാലം ഇവിടെ ഇപ്പം ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇറങ്ങിയില്ലേ ഋഷി ഇതുവരെ വണ്ടിക്കകത്തുനിന്ന്? ഇറങ്ങുന്നില്ല? അവിടെ ഇരുന്നോട്ടെ. പുറത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ വീട്ടിൽ പെയിൻറ്റിങ് ആയതുകൊണ്ട് ഞങ്ങളിവിടെ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണിത്. അപ്പോൾ അപ്പനും അമ്മയ്ക്കും ഈ മുറി വേഗം റെഡി ആയിരിക്കും, നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. ഇത് ശരിക്കും ഒരു 4 സ്റ്റൈലിലുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഈ ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മുറി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്തൊരു ഹോം സ്റ്റേ അല്ലേ. ഈ ഹോം സ്റ്റേ ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ഞങ്ങളുടെ ജീവിതത്തിലെ കരിനിഴൽ പോലെ ഒരു വൃത്തികെട്ട ദിവസം എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായത്
ശ്വേത 7 മാസം ഗർഭിണിയായിരുന്നപ്പോൾ സീമന്തം നടത്തിയ സ്ഥലമാണിത്. അന്ന് കുറെ പേര് ചിരിച്ച് കുറെ പേര് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഇപ്പൊ 4 കൊല്ലമായി അല്ലേ, 5 വർഷമായി. നമ്മൾ അന്നും ഇന്നും ഇവിടെ തന്നെയുണ്ട്. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. വേറെ ഒന്നും പറയാം. എല്ലാത്തിലും കുളിച്ച് റെഡിയായി ഫ്രഷ് ആവട്ടെ. 4 വയസ്സാവുന്ന രക്ഷിക്കുക. ഓക്കെ, ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. സോ ഇറ്റ്സ് ഫാമിലി ടൈം. നാളെ ഞാൻ എൻ്റെ നാട് നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും അടിപൊളിയായിട്ട്, ഇതുവരെ ആരും കാണിക്കാത്ത രീതിയിൽ. ബൈ ബൈ.